അതെ ഇതാ ഇതുപോലെ അയലയും പീച്ചിങ്ങയും ഇങ്ങനെ ഒന്ന് കറി വെച്ച് നോക്കിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ അയലക്കറിയുടെ കൊടുത്ത് ഈ ഒരു പീച്ചിങ്ങ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് കറി വെച്ച് നോക്കാം കേട്ടോ. ഈ ഒരു പീച്ചിങ്ങ എടുത്ത് കഴിക്കാനൊക്കെയാണ് പ്രത്യേക രുചിയാണ്. അപ്പം പീച്ചിങ്ങ കിട്ടുമ്പം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം നമുക്ക് ഞാനിപ്പോൾ ഒന്ന് കുറച്ച് അയല എടുത്തൊന്ന് കഴുകി വാരി നുറുക്കിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പീച്ചിങ്ങ ഒന്ന് നുറുക്കിയെടുക്കാം കേട്ടോ. പീച്ചിങ്ങ ഇതുപോലെ ഒന്ന് നുറുക്കി നുറുക്കി ഇങ്ങനത്തെ സ്ക്വയർ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു നാര് പോലത്തെ ഒന്നില്ല, അത് ചില ആളുകൾ ചെത്തി കളയാറുണ്ട്. ഞാൻ കളയാറില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഉടഞ്ഞു പോകാതിരിക്കും കേട്ടോ. അതുപോലെ നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ ഒന്ന് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാനല്ല ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ട് നമുക്ക് സവാള ഒരു 1.5 സവാള, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വഴറ്റി കൊടുത്തതിലേക്ക് നമുക്കൊരു 1.5 സ്പൂണോളം മല്ലിപ്പൊടി കേട്ടോ. മല്ലിപ്പൊടിയും 1.5 സ്പൂണോളം മുളക് പൊടി. പിന്നെ നമുക്ക് അതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിലേക്ക് കുറച്ച് പീച്ചിങ്ങ അരിച്ചതും തക്കാളിയും കൂടെ കൂട്ടിയിട്ട് അതും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. പിന്നെ തേങ്ങ അരച്ചൊന്ന് കലക്കി ഒഴിക്കുക. അതിലേക്ക് ചെറിയൊരു കഷ്ണം കുടപ്പുളിയും കൂടി ഇട്ടിട്ട് തിളപ്പിക്കുക കേട്ടോ. തിളച്ചതിലേക്ക് മാത്രമാണ് നമ്മുടെ അയല പറക്കിടാവുള്ളൂ. എന്നാലാണ് ആ ഫ്ലേവറൊക്കെ പെട്ടെന്ന് അങ്ങ് പിടിക്കത്തുള്ളൂ കേട്ടോ. ഇനി നമുക്കത് വാരിയിട്ടതിന് ശേഷം കുറച്ച് കറിവേപ്പില അങ്ങോട്ടും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. 10 മിനിറ്റ് നേരം കഴിയുമ്പോൾ നമുക്കതുപോലെ കുറച്ച് ഉലുവയും അതുപോലെ കറിവേപ്പിലയും കൂടി താളിച്ചെടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അഭിപ്രായം കൂടി പറയാൻ മറക്കല്ലേ. ബൈ.